നമ്മുടെ ദുബായ് യാത്രയുടെ ഏറ്റവും എക്സൈറ്റഡ് ആയ ദിവസങ്ങളിൽ ഒന്നാണ് ഇന്നാണ് നമ്മൾ ഡെസേർട്ട് സഫാരി പ്ലാൻ ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ദുബായ് യാത്രയിൽ എല്ലാവരും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് ഈ ഡെസേർട്ട് സഫാരിയും ബെല്ലി ഡാൻസും എല്ലാം. നമ്മൾ ഇപ്പോൾ ഉള്ളത് ദുബായിലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട മാളുകളിലൊന്നായ മാൾ ഓഫ് എമിറേറ്റ്സിലാണ്. നമ്മൾ നേരത്തെ തന്നെ ഡെസേർട്ട് സഫാരി ബുക്ക് ചെയ്തിരുന്നു. മരുഭൂമിയിലെ ഒട്ടകം എന്ന വിളിപ്പേരുള്ള ടയോട്ട ലാൻഡ് ക്രൂയിസറാണ് നമ്മൾ പോകുന്നത്. ഈ മേഖലയിൽ തന്നെ ഏതാണ്ട് 15 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവേഴ്സാണ് നമ്മുടെ കൂടെയുള്ളത്. ഒരു ഫ്രണ്ട് വഴിയാണ് നമ്മൾ ഇവരെ അറിയുന്നതും അതിനുവേണ്ടി ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതും. ഡെസേർട്ട് സഫാരിയിൽ ഡ്രൈവേഴ്സിൻ്റെ എക്സ്പീരിയൻസ് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അവരുടെ ഡ്രൈവിംഗ് സ്കിൽ അനുസരിച്ചാണ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. അക്കാര്യത്തിൽ ഇവർ അടിപൊളിയായിരുന്നു. നിസാൻ പട്രോളും ടയോട്ട ലാൻഡ് ക്രൂയിസറുമാണ് പ്രധാനമായിട്ടും ഡെസേർട്ട് സഫാരിക്ക് ഉപയോഗിക്കുന്ന വാഹനങ്ങൾ. നമ്മളെല്ലാവരും കൂടി 2 ടയോട്ട ലാൻഡ് ക്രൂയിസറിലാണ് യാത്ര ചെയ്തത്. ഇവരുടെ കോൺടാക്റ്റ് നമ്പർ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും പോകാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവരെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഒരാൾക്ക് 200 ദിർഹംസ് വരുന്ന VIP പാക്കേജാണ് നമ്മൾ ഓപ്റ്റ് ചെയ്തത്. നമ്മൾ പോയത് ന്യൂ ഇയർ ഡിസംബർ സീസണോടനുബന്ധിച്ചായതുകൊണ്ട് തന്നെ ദുബായിൽ നല്ല തിരക്കാണ്. എല്ലാത്തിനും അല്പം റേറ്റ് കൂടുതലുമാണ് ഈ ടൈമിൽ. 200 ദിർഹംസ് വരുന്ന ഈ VIP പാക്കേജിൽ ഉൾപ്പെടുന്നത് ഡെസേർട്ട് സഫാരി, ബെല്ലി ഡാൻസ്, അതുപോലെ തന്നെ അവിടെയുള്ള ഒരു ബുഫേ ഡിന്നറുമാണ് നമുക്ക് ലഭിക്കുന്നത്. കൂടാതെ ഇവർ നമ്മളെ ഒരു പിക്കപ്പ് പോയിന്റിൽ വന്ന് പിക്ക് ചെയ്യും, അവിടെ തന്നെ തിരിച്ച് ഡ്രോപ്പ് ചെയ്യുകയും ചെയ്യും. ഇതിൽ ക്വാഡ് ബൈക്കിൻ്റെ ഫീസ് നമ്മൾ എക്സ്ട്രാ പേ ചെയ്യണം. ക്വാഡ് ബൈക്കിന് ഒരാൾക്ക് വരുന്നത് 100 ദിർഹംസ് ആണ്. 2 പേർക്ക് കൂടിയാണെങ്കിൽ 150 ദിർഹംസ് മതി ഒരു ക്വാഡ് ബൈക്കിന് പേയ്മെൻ്റ് ആയിട്ട് കൊടുക്കുവാൻ. ദുബായ് സിറ്റിയിൽ നിന്നും ഏതാണ്ട് ഒരു 1.5 മണിക്കൂറോളം ഡ്രൈവ് ചെയ്തിട്ട് വേണം നമുക്ക് സിറ്റിയുടെ എല്ലാം പുറത്തുള്ള ഡെസേർട്ടിൽ എത്തിച്ചേരാൻ. ഇപ്പോൾ നമ്മൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഇടതുവശത്തുള്ള മല പോലുള്ള പ്രദേശം ദുബായ് ഷാർജ ബോർഡറിലുള്ള ജബലിൽ അലി എന്ന പ്രദേശമാണ്. ഇവിടെയാണ് വേസ്റ്റ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. എത്ര മനോഹരമായിട്ടാണ് ദുബായ് ഗവൺമെൻറ് വേസ്റ്റ് മാനേജ്മെൻറ്റ് ചെയ്യുന്നത് എന്ന് നമ്മൾ കണ്ടുപഠിക്കണം. ഇതിനു ചുറ്റും മരങ്ങളെല്ലാം നട്ടുപിടിപ്പിച്ച് അതിമനോഹരമായിട്ടുണ്ട്. ഭാവിയിൽ ഇതിൽ നിന്നും നാച്ചുറൽ ഗ്യാസ് പോലുള്ള എന്തോ ഉൽപ്പാദിപ്പിക്കാനുള്ള പ്ലാൻ ഉണ്ട് എന്നാണ് കേൾക്കുന്നത്. നമ്മളിപ്പോൾ പ്രധാന സിറ്റിയെല്ലാം വിട്ട് ദുബായിയുടെ ഉൾപ്രദേശങ്ങളിലേക്ക് കയറി കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾക്ക് ഇരുവശത്തുമായിട്ട് മരുഭൂമിയുടെ പല ഭാഗങ്ങളും കാണാൻ സാധിക്കും. അതിമനോഹരമാണ് ഈ നീണ്ടു നിവർന്ന് കിടക്കുന്ന റോഡ് കാണാൻ. ഇങ്ങനെ ഇരുവശങ്ങളിലും നിറയെ ഇലക്ട്രിക് ലൈനുകളും മരുഭൂമിയും അതിന് നടുവിലൂടെ ഇങ്ങനെ നീണ്ടു കിടക്കുന്ന റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾക്ക് എന്നോ എപ്പോഴോ കണ്ട ഒരു സിനിമയുടെ രംഗങ്ങളെല്ലാം മനസ്സിലേക്ക് ഓടി വരും. ഈ ഡെസേർട്ട് സഫാരി യാത്രയിൽ നമ്മുടെ കൂടെ ദുബായിലുള്ള ഫ്രണ്ട്സും അവരുടെ ഫാമിലിയും കുട്ടികളുമെല്ലാം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ യാത്ര അതിഗംഭീരമായ എക്സ്പീരിയൻസാണ് നമുക്ക് നൽകിയത്. വീഡിയോയുടെ ലെങ്ത് കൂടുതലായതുകൊണ്ട് നമ്മൾ ഈ എപ്പിസോഡിൽ ക്വാഡ് ബൈക്കിൻ്റെ വീഡിയോ മാത്രമാണ് അപ്ലോഡ് ചെയ്യുന്നത്. ഡെസേർട്ട് സഫാരിയുടെയും ബെല്ലി ഡാൻസിൻ്റെയുമുള്ള വീഡിയോ നമ്മൾ സെപ്പറേറ്റായി വരും വീഡിയോകളിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഡെസേർട്ട് സഫാരിയും ക്വാഡ് ബൈക്കും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന നിരവധി സ്ഥലങ്ങളുണ്ട് ഈ പ്രദേശത്തെല്ലാം. നമ്മൾ ചെന്നത് ടൂറിസ്റ്റ് സീസണിൻ്റെ ഏറ്റവും പീക്ക് ടൈം ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു എല്ലായിടത്തും. ദുബായ് അഡ്വഞ്ചർ ടൂറിസത്തിൻ്റെ കാറ്റഗറിയിൽ വരുന്ന ഒന്നാണ് ക്വാഡ് ബൈക്കിംഗ്. 4 ടയറുകളുള്ള മരുഭൂമിയിലെ പ്രത്യേക ടെറൈനിൽ ഓടിക്കുന്നതിന് വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്ന ഷോക്ക് ഒബ്സർവറും മറ്റുമുള്ള ഒന്നാണ് ക്വാഡ് ബൈക്ക്. ATV അഥവാ ഓൾ ടെറൈൻ മോട്ടോർ സൈക്കിൾ എന്നാണ് ക്വാഡ് ബൈക്കുകൾ പ്രധാനമായിട്ടും അറിയപ്പെടുന്നത്. അപ്പോൾ എത്ര വേണമെന്ന് ആദ്യം പറയാം. ഡബിൾ എന്ന് പറഞ്ഞാൽ 2 വേണം. ब्लैक मिलेगा? नहीं मिलेगा. चलो नहीं फाइटर
Al Divin. Al Divin. Al Nashad. Al Delish. ഇതൊന്ന് കൈ കൊടുക്കട്ടെ. പാർക്കിലിട്ടുണ്ടോ? എവിടെ സ്വിച്ച് ആക്സിലേറ്റർ അല്ലേ? കാണിക്കോക്ക് അനീഷേട്ടാ, അനീഷേട്ടാ ലൈനിൽ വാ, നമ്മളെ പുറത്തേക്ക് കൊണ്ടുപോവാണ്. കുടുങ്ങി, അവൻ കുടുങ്ങി. സൈഫ് ഫോട്ടോ എടുത്ത് പയ്യെ ഓടിക്കാം, പയ്യെ ഓടിക്കാം. ഞാൻ അത് കുറച്ച് ഓടിച്ചു. ആണോ? മാത്രം പറയാം. ബാക്കി നല്ലൊരു മാറുന്നേ. കിട്ടുണ്ട് ചിട്ടുണ്ട്. ആയി തുടങ്ങി, കൈ കിട്ടി തുടങ്ങി.
അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ദുബായ് ഡെസേർട്ട് സഫാരി യാത്രയുടെ ക്വാഡ് ബൈക്കിംഗ് എക്സ്പീരിയൻസ്. നിങ്ങൾക്കെല്ലാം ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നമ്മൾക്ക് മറ്റു വീഡിയോസ് എല്ലാം വരുന്ന എപ്പിസോഡുകളിൽ കാണാം. അതുവരെ എല്ലാവരും ടേക്ക് കെയർ. ബൈ.